വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് പതറും. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ കാര്യങ്ങളല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മകരരാശിക്കാരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന ചില അസാധാരണ സംഭവങ്ങളെക്കുറിച്ചാണ്. ആ സംഭവങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ആ സംഭവങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ അത് നടക്കും. തീർച്ചയായും നടക്കും. മകരരാശിക്കാരെ, നിങ്ങൾ ഇതുവരെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. രാത്രി ഉറക്കമില്ലാതെ കിടന്ന നിമിഷങ്ങൾ എനിക്കറിയാം. ആരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച വേദനകൾ എനിക്കറിയാം. ദൈവമേ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ ഒരു ദൈവം കണ്ടിരുന്നു. ആ കണ്ണുനീർ ഒരു ദൈവം കണ്ടിരുന്നു. ആ ക്ഷമ ഒരു ദൈവം അളന്നിരുന്നു. ഇപ്പോൾ ആ ദൈവം പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഗ്രഹങ്ങൾ ചലിക്കുന്നു, ആകാശം മാറുന്നു, ഊർജം ഒഴുകുന്നു. ഈ നേരത്ത്, ഈ ഘട്ടത്തിൽ മകരരാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തുടങ്ങാൻ പോകുന്നു. ആ മാറ്റം പതുക്കെ വരില്ല. ആ മാറ്റം ഇടിമുഴക്കം പോലെ വരും. ആ മാറ്റം കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. 100 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഗ്രഹസംഗമം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഇങ്ങനെ ഒരു ദൈവീക ഊർജം ഒഴുകുന്നത് ഇപ്പോഴാണ്. ഈ ശക്തി, ഈ അനുഗ്രഹം, ഈ ദൈവീക തരംഗം, ഇത് നേരിട്ട് വന്നു പതിക്കുന്നത് മകരരാശിക്കാരുടെ ജീവിതത്തിലാണ്. ഈ നേരം വെറുതെ കളയരുത്. ഈ ഊർജം ഏൽക്കാൻ തയ്യാറാകൂ. ഗുരു ഇപ്പോൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഗുരു ഇപ്പോൾ ഒരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഒരു ദൈവീക സ്ഥലത്ത് ഗുരു ഉറച്ചു നിൽക്കുന്നു. ഗുരുവിന്റെ ദൃഷ്ടി ഇപ്പോൾ മകരരാശിക്കാരുടെ ഭാഗ്യഭവനത്തിലേക്ക് നേരിട്ട് വീഴുന്നു. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഒരു ദൈവം നിങ്ങളുടെ നെറ്റിയിൽ തൊട്ടനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ഈ അനുഗ്രഹം കിട്ടുമ്പോൾ ജീവിതം ആകെ മാറും. ഭാഗ്യം വഴി തുറക്കും. ഉദ്ദേശങ്ങൾ നിറവേറും. ആഗ്രഹങ്ങൾ ഫലം കൊടുക്കും. പക്ഷേ ഇതോടൊപ്പം ശനി ഇപ്പോഴും നിങ്ങളെ ഒന്ന് നോക്കുന്നുണ്ട്. ശനിയുടെ കണ്ണ് ഒഴിഞ്ഞ നേരം ഇനി വരും. ശനിദശ നൽകിയ കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാകാൻ പോകുന്നു. ശനി നൽകിയ കഷ്ടം ഒരു ശക്തമായ പണി കൊടുക്കലാണ്. ആ പണി കൊടുക്കൽ ഇപ്പോൾ ഫലം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. കഷ്ടപ്പെട്ടവർക്ക് ഫലം ലഭിക്കും. ക്ഷമ കാത്തവർക്ക് സമ്മാനം ലഭിക്കും. ആ സമ്മാനം ഇപ്പോൾ അടുത്തു വരുന്നു. രാഹുകേതുക്കൾ ഇപ്പോൾ ഒരു പ്രത്യേക അച്ചുതണ്ടിൽ നിൽക്കുന്നു. ഈ അച്ചുതണ്ട് മകരരാശിക്കാർക്ക് ഒരു ഇരട്ട ശക്തി നൽകുന്നു. ഒരു വശത്ത് വഴി തടയുമ്പോൾ മറുവശത്ത് വേറൊരു വഴി തുറന്നു കൊടുക്കും. ഒരു വഴി അടയുമ്പോൾ ഒരു ദൈവം 3 വഴി തുറക്കും. ഇതാണ് ഈ ഗ്രഹസഞ്ചാരത്തിന്റെ ഏറ്റവും ശക്തമായ ഫലം. ഈ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾ ശ്രദ്ധിക്കൂ. ഈ 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ഊർജ്ജമാറ്റം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ആകാശം മകരരാശിക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഭാഗ്യം ഒരുക്കി വച്ചിരിക്കുന്നു. ആ ഭാഗ്യം ഏൽക്കാൻ തയ്യാറാകൂ. ആ ഭാഗ്യം നിങ്ങളുടെ കൈകൾ നീട്ടി ഏൽക്കൂ. ജോലിക്ഷേത്രത്തിൽ നോക്കൂ. ഇതുവരെ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം ഇനി ഫലം കൊടുക്കും. ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന നിങ്ങളുടെ പ്രവൃത്തി ഇനി ശ്രദ്ധിക്കപ്പെടും. ഇതുവരെ ആരും അംഗീകരിക്കാതിരുന്ന നിങ്ങളുടെ കഴിവ് ഇനി അംഗീകരിക്കപ്പെടും. ഒരു ഉയർച്ച വരുന്നു. ഒരു സ്ഥാനക്കയറ്റം വരുന്നു. ഒരു അംഗീകാരം വരുന്നു. ആ അംഗീകാരം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിശയിൽ നിന്ന് വരും. ഒരു ഉന്നത വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കും. ഒരു ഉന്നത അധികാരി നിങ്ങളുടെ കഴിവ് കണ്ടറിയും. ആ നിമിഷം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. ബിസിനസ് ചെയ്യുന്നവർ കേൾക്കൂ. ഈ ഗ്രഹസഞ്ചാരം നിങ്ങൾക്ക് ഒരു സ്വർണ്ണ അവസരം കൊണ്ടുവരുന്നു. ഒരു പുതിയ ഇടപാട് വരുന്നു. ഒരു പുതിയ കരാർ വരുന്നു. ഇതുവരെ ഉറക്കമില്ലാതിരിക്കാൻ കാരണമായ ആ ബിസിനസ് പ്രതിസന്ധി ഇനി ഒരു ഓർമ്മ മാത്രമാകും. ഒരു ദൈവം ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഭവനത്തിൽ ഭാഗ്യം ഒഴുക്കുന്നു. ആ ഒഴുക്ക് നിർത്തിവെക്കാൻ ആർക്കും ആവില്ല. ആ ഒഴുക്ക് ഒരു പ്രവാഹം ആകും. ആ പ്രവാഹം ഒരു ഭാഗ്യ നദിയാകും. പണം, ധനം, സമ്പത്ത്, ഇതെല്ലാം ഈ ഘട്ടത്തിൽ മകരരാശിക്കാർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതുവരെ ഒഴുകിപ്പോയ ധനം ഇനി തിരികെ വരും. ഇതുവരെ കിട്ടാതിരുന്ന ധനം ഇനി കൈകളിൽ വരും. ഒരു അനുഭവമില്ലാത്ത ദിശയിൽ നിന്ന് ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. ആ ലാഭം നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാത്ത അളവിൽ ആകും. ആ ലാഭം നിങ്ങളുടെ കണ്ണ് തള്ളിക്കുന്ന ഒരു ലാഭം ആകും. പ്രണയം തേടുന്നവർ, ജീവിതത്തിൽ ഒരു ഇണയെ കാത്തിരിക്കുന്നവർ കേൾക്കൂ. ഈ ഘട്ടം നിങ്ങൾക്ക് ഒരു മധുരം കൊണ്ടുവരുന്നു. ഒരു ഹൃദയബന്ധം ഉറക്കും. ഒരു പ്രണയം ഫലം കൊടുക്കും. ഒരു ഇഷ്ടം ഏറ്റുവാങ്ങൽ ആകും. ഒരു കാത്തിരിപ്പ് അവസാനിക്കും. ഒരു ദൈവം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയഭവനം ഭദ്രമാക്കുന്നു. ആ ഭദ്രത ഒരു ജീവിതകാലം നിലനിൽക്കും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഈ ഗ്രഹദിശ നിങ്ങൾക്ക് ഒരു ശുഭവിവാഹ ഘട്ടം ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു ആലോചന ഉറക്കും. ഒരു ബന്ധം ഉടലെടുക്കും. ഒരു ജീവിത സ്വപ്നം യാഥാർത്ഥ്യം ആകും. ഇതുവരെ ഉത്തരം കിട്ടാതിരുന്ന ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടും. ആരോഗ്യകാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകും. ഇതുവരെ കൊണ്ടുനടന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരു ഭേദം കാണും. ഒരു ചികിത്സ ഫലം കൊടുക്കും. ഒരു ഡോക്ടർ ഒരു നല്ല വാർത്ത പറയും. ഒരു മരുന്ന് ഗുണം ചെയ്യും. ശരീരത്തിന് ഒരു ഉണർവ് ഉണ്ടാകും. മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകും. ആ സമാധാനം ദൈവം നൽകുന്ന ഒരു സമ്മാനം ആണ്.
ഇനി ഞാൻ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യം പറയാം. അടുത്ത 7 ദിനങ്ങളിൽ 3 വലിയ സംഭവങ്ങൾ നടക്കും. ഈ 3 സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പഴയപടി ആകാൻ അനുവദിക്കില്ല. മുതൽ ഘട്ടം, ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു വിളി വരും. ആ വിളി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ നിന്ന് ആകും. ആ വിളി നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകും. ആ ദിശ ഒരു ഭാഗ്യദിശ ആകും. ആ ദിശ ഒരു അനുഗ്രഹ ദിശ ആകും. ആ ഫോൺ ഏൽക്കൂ. ആ സന്ദേശം ശ്രദ്ധിക്കൂ. കാരണം ആ ഒരു നിമിഷം നിങ്ങളുടെ ഭാഗ്യ ജീവിതത്തിന്റെ ആരംഭ ബിന്ദു ആകും. രണ്ടാം ഘട്ടം, ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ മനുഷ്യൻ ഒരു ദൈവദൂതനാണ്. ആ മനുഷ്യൻ ഒരു ഗുരു ആണ്. ആ മനുഷ്യൻ ഒരു അവസരം കൊണ്ടുവരും. ആ അവസരം ഒരിക്കലും പോകാൻ അനുവദിക്കരുത്. ആ മനുഷ്യനെ ശ്രദ്ധിക്കൂ. ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ ഏൽക്കൂ. കാരണം ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ദൈവവചനങ്ങൾ ആണ്. മൂന്നാം ഘട്ടം, ഒരു വഴി തുറക്കും. ഇതുവരെ അടഞ്ഞു കിടന്ന ഒരു വഴി, ഇതുവരെ തടഞ്ഞു കിടന്ന ഒരു വഴി. ആ വഴി ഇനി തുറക്കും. ആ വഴിയിലൂടെ ഒരു ഭാഗ്യം ഒഴുകിവരും. ആ ഭാഗ്യം ഒരു ദൈവദാനമാണ്. ആ ദൈവദാനം ഏൽക്കൂ. ആ ദൈവദാനം ഒരിക്കലും നിരാകരിക്കരുത്. മകരരാശിക്കാരെ, ആ വഴി തുറക്കുന്ന നിമിഷം വന്നപ്പോൾ പേടിക്കരുത്. പലപ്പോഴും അത്ഭുതങ്ങൾ നമ്മെ വിറക്കിക്കുന്നു. അനിരീക്ഷിതമായ അനുഗ്രഹങ്ങൾ വന്നാൽ നാം സംശയിക്കുന്നു. പക്ഷേ ഈ തവണ സംശയം വേണ്ട. ഈ തവണ അത് ദൈവത്തിന്റെ വ്യക്തമായ മറുപടിയാണ്. നിങ്ങൾ ചോദിച്ചതിന്, നിങ്ങൾ പ്രാർത്ഥിച്ചതിന്, നിങ്ങൾ കാത്തിരുന്നതിന് ദൈവം തന്നെ നൽകുന്ന മറുപടി. ആ മറുപടി സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ, ധന്യമായ ഉറപ്പിന്റെ അടയാളം ആകും. ഇനി ആത്മീയ തലത്തിലേക്ക് നോക്കാം. ഈ ഗ്രഹസഞ്ചാരത്തിന്റെ ഏറ്റവും മായാവിസ്മയകരമായ ഭാഗം ആത്മീയ ഉണർവാണ്. ഇതുവരെ നിങ്ങൾ ഭാരമായി തോന്നിയ ജീവിതം ഇനി ഒരാശ്വാസമായി തോന്നിത്തുടങ്ങും. മനസ്സിൽ പതിഞ്ഞിരുന്ന പഴയ ചിന്തകൾ, ദുർസ്മരണകൾ, പേടികൾ, ഇതെല്ലാം അപ്രത്യക്ഷമാകും. ആത്മാവ് ലഘുവാകും. മനസ്സിൽ ഒരു പ്രകാശം തെളിയും. ആ പ്രകാശം നിങ്ങളുടെ വഴികൾ കാണിക്കും. ഗുരുവിന്റെ കരുണ അതുവഴി ദേശീകരിക്കും. ശനി നൽകിയ കഷ്ടങ്ങൾ ആത്മാഭിമാനം ഉണ്ടാക്കും. രാഹു നൽകിയ ആശയക്കുഴപ്പം ബോധോദയമാക്കി മാറ്റും. കേതുവിന്റെ ആഴത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ ശ്രദ്ധയായി മാറും. നിങ്ങൾക്കുള്ളിൽ പുതിയ വ്യക്തിത്വം ജനിക്കും. ചിലപ്പോൾ ഈ അറിവ് കണ്ണീരായി പുറത്തുവരും. നമ്മൾ അനുഭവിക്കാത്ത സന്തോഷം ചിലപ്പോൾ കണ്ണുനീരായി വരും. അത് ദുഃഖം അല്ല, അത് വിടുതലാണ്. നിങ്ങളുടെ ആത്മാവ് ഈ ഘട്ടം കടക്കുമ്പോൾ അനന്തമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കും. ഓരോ രാവിലും മനസ്സിൽ വിചാരമില്ലാതെ ഉണ്ടാകുന്ന ഒരു സമാധാനം കാണും. അതും ദൈവത്തിന്റെ സൂചനയാണ്. ദൈവം പറയുന്നുണ്ട്, നീ സത്യം കാത്തുനിന്നു, ഇനി എന്റെ കടമ ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അടുത്ത 7 ദിവസങ്ങൾക്കകം മറ്റൊരു അത്ഭുതം നടക്കും. നിങ്ങളുടെ കൈകളിൽ പതിക്കാൻ പോകുന്ന ഒരു പണിയുണ്ട്. ഇതുവരെ നീട്ടിക്കളഞ്ഞുകിടന്ന ഒരു തീരുമാനം, അതാണ് ആ പണി. നിങ്ങൾ ആ ഘട്ടത്തിൽ ധൈര്യത്തോടെ ഒരു ചുവട് വയ്ക്കണം. ആരോ പറഞ്ഞ വാക്കുകൾ കേട്ടു നിർത്തരുത്. ദൈവം ആ ചുവട് കാത്തിരിക്കുന്നു. നിങ്ങൾ ആ ചുവട് വെച്ച നിമിഷം തന്നെ ഒരു നിമിഷത്തിൽ 1000 വാതിലുകൾ തുറക്കും. ആ വാതിലുകൾ ഭാഗ്യത്തിന്റെ വാതിലുകൾ ആണ്. നിങ്ങൾ കാത്തിരുന്ന ഉണർവിന്റെ ഉച്ചസ്ഥാനത്ത് എത്തും. വീട്, കുടുംബം, ബന്ധങ്ങൾ, ഈ മേഖലകളിലും ഒരു പുത്തൻ ചലനം കാണും. വീടിനുള്ളിൽ ഇനി തണുപ്പ് ഇല്ല. ഒരു ആഴമുള്ള ബന്ധം വീണ്ടും ഉണരും. ചിലർക്ക് പഴയവരുമായി പുനർബന്ധം ഉണ്ടാകും. ചിലർക്ക് വീട്ടിൽ പഴയ വേദനകളുടെ പടികൾ മങ്ങിയുപോകും. ചിലർക്കു അപ്രതീക്ഷിതമായി ഒരു സന്തോഷ വാർത്ത വരും. കുഞ്ഞിൻ ചിരിയോ, പുതുമകളുടെ ആരംഭമോ, വീടിന്റെ സമൃദ്ധിയോ. ദൈവം വീണ്ടും ആ വീട്ടിൽ ശുഭദൃഷ്ടി കാണിക്കുന്നു. ആകത്തിന്റെ മൗനം തകർന്നു. വീട് പാടിത്തുടങ്ങും. വിദ്യാർത്ഥികൾക്കായി പറയേണ്ടതാണ്, ഈ ഘട്ടം നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും ഉണർവുള്ള കാലമായിരിക്കും. പഠിച്ചത് ഉറപ്പായി മനസ്സിൽ പതിയും. എത്രകാലമായി ശ്രമിച്ചിട്ടും സാധിക്കാത്ത പരീക്ഷ ഫലം ഈ തവണ ഉറപ്പായ അനുഗ്രഹത്താൽ നിറയും. ചിലർക്ക് വിദേശ പഠനത്തിനുള്ള അനുവാദം കാണും. ചിലർക്ക് പുതുമയുള്ള പഠന പദ്ധതികൾക്ക് അവസരം കിട്ടും. ഗുരുവിന്റെ കൃപ വിദ്യയിലൂടെ ദൈവദാനം ആയി പതിക്കും. വിദേശം പോകാനുള്ള ആഗ്രഹം ഉള്ളവർ ശ്രദ്ധിക്കുക. ഈ ഗ്രഹസംക്രമം അതിനുള്ള ഒരായുസ്സായ വഴിതുറക്കുന്ന സ്ഥിതിയാണ്. പ്രവാസയാത്രയോ വിദേശ ഓഫറോ, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന നിർദ്ദേശമോ ഒന്നുകാര്യം നടക്കും. ഒരറിവില്ലാതെ ഒരു വാതിൽ തുറക്കും. അങ്ങനെയാണ് ദൈവം നിങ്ങളുടെ യാത്ര സമ്പൂർണ്ണമാക്കുന്നത്. ഭയപ്പെടരുത്. കാരണം ആ യാത്ര നിങ്ങളുടെ ഭാഗ്യം താങ്ങുന്ന പാലമാണ്. ഇനി സാമ്പത്തിക സ്ഥാനങ്ങൾ. ഇനി വരാൻ പോകുന്ന 14 ദിവസക്കുള്ളിൽ പണം വരുമെന്ന സൂചനകൾ കിട്ടും. നിങ്ങൾ എങ്ങനെയോ നഷ്ടപ്പെട്ട ധനം തിരിച്ചുകിട്ടും. അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ അതിലധികം ലഭിക്കും. ഇതുവരെ അടച്ചുപൂട്ടിയ ഒരു ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായി വരുമാനം ലഭിച്ചേക്കും. ചിലരുടെ കടം ക്ഷമിക്കപ്പെടും. ചിലർക്ക് പുത്തൻ ധനാഭിവൃദ്ധി മൂലം സ്ഥാപനം ശക്തമാകും. ഇതുവരെ തീങ്ങിനമായെന്ന് തോന്നിയ സാമ്പത്തിക വായുവിൽ ഇപ്പോൾ വൈറന്റെ ശാന്തതയുണ്ട്. ഈ ഘട്ടം മകരരാശിക്കാരെ നിങ്ങളെ അത്ര തന്നെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം പിറക്കും. ജോലിയിടത്ത്, വീട്ടിൽ, സമൂഹത്തിൽ നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരെ ആകർഷിക്കും. ആരോ നിങ്ങളെ ആശ്രയിക്കും. നിർത്താതെ പണിയെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് പ്രചോദനമാവും. ഇതാണ് അതുല്യമായ മകരസ്പിരിറ്റ്.
കഠിനാധ്വാനം മനുഷ്യനെ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടപാത്രമാക്കുന്നു എന്നതിന് നിങ്ങളാണ് ഉദാഹരണം. പക്ഷേ ഈ ഘട്ടത്തിൽ ചില കിട്ടാത്ത അനുഗ്രഹങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ചിലരുടെ മുമ്പിൽ പാതി വഴിയിൽ തടസ്സം വന്നുപോലെ തോന്നിക്കും. മനസ്സിൽ ആശങ്കകളുണ്ടാകും. പക്ഷേ അതൊരു മായയാണ്. അതൊരു താത്കാലിക നിഴലാണ്. നിങ്ങളുടെ ആത്മാവിനുള്ള കാഠിന്യം പരിശോധിക്കാൻ മാത്രമാണ് ഈ ചെറു പരീക്ഷണം. നിങ്ങൾ അത് അതിജീവിച്ചാൽ അടുത്ത ഘട്ടം സ്വർണം പോലെ തെളിയും. രാഹുവും കേതുവും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആശയങ്ങളെ പുനർസമവായിപ്പിക്കുന്നു. പഴയ തെറ്റുകൾ മനസ്സിലാക്കാൻ ദൈവം അവസരം നൽകുന്നു. അതിനാൽ തോന്നിയാൽ ചിന്തിക്കുക, എഴുതുക, ആത്മസംവാദം നടത്തുക. ചിലപ്പോൾ നിശബ്ദത തന്നെയാണ് ദൈവത്തിന് മഹത്തായ മറുപടി. ദൂരെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു വൃത്തമായി തോന്നും. തുടക്കം, വേദന, കഠിനാധ്വാനം, ഇപ്പോൾ അനുഗ്രഹം. അതാണ് യഥാർത്ഥ പൂർണ്ണത. ഈ ഘട്ടം ആവർത്തിക്കില്ല. 100 വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന ഈ ദൈവീയ ശക്തിയുടെ അമ്പിളി ഇപ്പോൾ നിങ്ങളെ മൂടുകയാണ്. അതിനാൽ ഈ ഘട്ടം ഉപയോഗിക്കുക. നിങ്ങളിൽ ഉള്ള എല്ലാ ഭയങ്ങളും എറിയുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. കാരണം അടുത്ത 7 ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അത്ഭുതം കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുക, അതെ, ഇത് എനിക്ക് തന്നെയാണ് നിശ്ചിതമായത്. ഈ അനന്തരഘട്ടത്തിൽ പുനർജനനം പോലെ ഒരു പുതുതലമുറ എന്നാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മനസ്സിൽ ആത്മശക്തി, മുഖത്ത് പ്രകാശം, ജീവിതത്തിൽ പുതുമ. ഇതാണ് മകരരുടെ നാളുകൾ. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ കാത്തിരുന്നത് എല്ലാം ഇപ്പോൾ വന്നു നിൽക്കുകയാണ്. ദൈവം പറഞ്ഞപോലെ കഠിനാധ്വാനത്തിന്റെ കരം ഒരിക്കലും ശൂന്യമാകില്ല. ഈ സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മേപ്പ്. ഒരു നിമിഷം അവിധേയമായി തോന്നിയ സമയങ്ങൾ ഇപ്പോൾ നഷ്ടകരമായെന്നല്ല, പഠനമായാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ സാന്ത്വനത്തോടെ ആകാശത്തേക്ക് നോക്കുക. ആകാശം നിങ്ങളോടാണ് നീണ്ടുകറി നിൽക്കുന്ന. ദൈവം നിങ്ങളെ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഭാഗ്യത്തിന്റെ സ്പന്ദനമുണരുന്നു. അടുത്ത ഭാഗം തുടങ്ങുമ്പോൾ ആ സ്പന്ദനം അതിനേക്കാൾ ശക്തിയാകും. കാരണം ദൈവം ഇനി മറ്റൊരു പടി മുന്നോട്ട് വച്ചിരിക്കുന്നു. തയ്യാറായോ ആ ദിവ്യമായ അടുത്ത ഘട്ടം അറിയാൻ? മകരാശിക്കാരെ, ഇപ്പോഴാണ് ആ നിലാവിൻ വെളിച്ചം തിരിഞ്ഞു നിങ്ങളുടെ വഴിയിലേക്ക് വീഴുന്നത്. ആകാശം ഇപ്പോൾ നിങ്ങളുടെ പേരിൽ മൗനമായി പാത പണിയുന്നു. നിങ്ങൾ ഇത്രനാൾ നൊന്തതും കാത്തിരുന്നതും വിലകൂടിയ പാഠം പഠിച്ചതും എല്ലാം ഈ നിമിഷത്തിനായിട്ടാണ്. ദൈവം പറയുന്നുണ്ട്, ഇതുവരെ നീ നടത്തിയ യാത്ര വെറുതെയായിരുന്നില്ല. ഇനി നീ കാണാൻ പോകുന്നത് ഞാനാണ്. ആ വാക്ക് കേട്ടാൽ ഹൃദയം വിറങ്ങലിക്കും. കാരണം ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി സ്പർശമായി അനുഭവപ്പെടും. മകരം, നിങ്ങളെ പിരിച്ചെടുത്തതുപോലെ തോന്നിയതിനിടയിൽ ഇപ്പോൾ ജീവിതം വീണ്ടും ഒത്തുചേർന്നു വരുന്നു. ഇതെല്ലാം മറ്റെങ്ങെങ്കിലും പോകുമ്പോൾ നിങ്ങൾ ഒരാഴ്ചപ്പത്തി പോലെ എല്ലാം ചുമന്നു നിന്നിരുന്നതാണ്. ഇനി അതിന്റെ അർത്ഥം മനസ്സിലാകും. ഈ സമയത്ത് ഗുരുവിന്റെ കരുണ ഒരു സമുദ്രമാകുന്നു. അതിന്റെ തരംഗങ്ങൾ നിങ്ങളുടെ എല്ലാ വശങ്ങളിലും തൊടും. ആ തരംഗങ്ങളിൽ മറിഞ്ഞിരിക്കുകയാണ് ഭാഗ്യം, ധനം, ബന്ധം, ആരോഗ്യം, ആത്മബലം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും. ശനിയുടെ ഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹം നിങ്ങളുടെ ശക്തിയും രുമാനവും പരിശോധിച്ചു കഴിഞ്ഞു. ഇനി അത് കടന്നു പോകുമ്പോൾ അതിനൊപ്പം കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പഴയ വേദനകളാണ്. അതിനൊപ്പം പോകുന്നത് നിങ്ങളുടെ ഭയങ്ങളാണ്. അതിനൊപ്പം പോകുന്നത് നിങ്ങളുടെ ചിന്തകളിലെ ആ ഇരുട്ടാണ്. പിന്നെ എന്താണ് ബാക്കിയാവുന്നത്? വെളിച്ചം മാത്രം. അടിമുടി വെളിച്ചം നിറഞ്ഞ ആത്മവിശ്വാസം. അതാണ് ഇനി നിങ്ങളുടെ ആയുധം. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സംഭവം നിങ്ങളുടെ ധൈര്യത്തെ പരിശോധിക്കുന്നതായിരിക്കും. ആ ദിവസം ഒരു അവസരം ആകാം, അല്ലെങ്കിൽ ഒരു അനായാസ പ്രതിസന്ധി ആകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, നിങ്ങളെ തള്ളുന്നത് പോലെ തോന്നിയ ആ നിമിഷം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ പുതിയ പടിയിലേക്ക് നിങ്ങളെ തള്ളുകയാണ്. നിങ്ങൾ വിറയ്ക്കരുത്. അതാണ് 3-ാം ഘട്ടം, നിങ്ങൾ കടക്കേണ്ട നാഴിക. അതിനുശേഷം മാത്രമേ ആഴമുള്ള അനുഗ്രഹം തുറവുകയുള്ളൂ. ധനഭവനത്തിൽ ഇപ്പോൾ ഒരു പുതിയ ചലനം കാണാം. ഇതുവരെ സൂക്ഷിച്ച സ്വപ്നം യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. പഴയ കടങ്ങൾ തീർക്കാം, വീടൊരുക്കം പൂർത്തിയാകും, ബിസിനസ് നേട്ടങ്ങൾ വർദ്ധിക്കും. നിങ്ങളെ തോൽവി എന്ന് വിലയിരുത്തിയവർ ഇപ്പോൾ വിജയം എന്ന് വിളിക്കും. പണം മാത്രം അല്ല, അതിനൊപ്പം വരുന്ന ആത്മബലവും ബന്ധങ്ങളിലൂടെ പുതിയ ഭാഗ്യവാതിലുകളായി മാറും. സ്നേഹത്തിന്റെയും കുടുംബത്തിന്റെയും വീടുകൾ ഇപ്പോൾ ദൈവദൃഷ്ടിയാൽ ശാന്തമാകുന്നു. പാഴ്വാക്കുകൾ കഴിഞ്ഞു. മനസ്സിലാക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കും. പ്രണയം പുതിയ നിറം കാണും. പഴയ ബന്ധം പുതുതായി തളിരിടും. ചിലരുടെ ജീവിതത്തിൽ ദൈനംദിന ചെറുതർക്കങ്ങൾ തീരുന്ന അദ്ഭുതം നടക്കും. ദൈവം വീടിന്റെ ചുറ്റിലും കാവൽ നിൽക്കുന്നുണ്ട്. ആകയാൽ ആരും ആ സമാധാനം തകർക്കാനില്ല. ആരോഗ്യത്തിലെ മാറ്റം വ്യക്തമായിരിക്കും. ശാരീരികമായ ബലഹീനത ശരിയാകും. മനസ്സിൽ ഉണ്ടായിരുന്ന അമളിയും അപനിഷ്കാരവും തീരും. ചിലപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ വേദന അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. അതാണ് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതി. പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇനി ശ്രമം 10 മടങ്ങായി ഫലം കൊടുക്കും. കുട്ടികളായ മകരരാശിക്കാർക്കും നല്ല മാറ്റം കാണും. ഓർമ്മശക്തി വർദ്ധിക്കും. ആത്മവിശ്വാസം അത്ഭുതപ്പെടുത്തും. അധ്യാപകരുടെ ശ്രദ്ധ, മുതിർന്നവരുടെ അനുഗ്രഹം, കൂട്ടുകാരുടെ പിന്തുണ, ഇതെല്ലാം ഇപ്പോൾ നിങ്ങളുടെ പാതയിൽ ചേരും.
വിദേശയാത്രകൾക്ക് ബുദ്ധിമുട്ടുകൾ കുറയുന്ന ഘട്ടമാണിത്. പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ സംബന്ധിച്ച തടസ്സങ്ങൾ നീങ്ങും. ചിലർക്ക് വിദേശത്തുനിന്ന് അപ്രതീക്ഷിതമായ സന്ദേശമോ ഓഫറോ ലഭിക്കും. അതിലൂടെ ജീവിതം മറിച്ചുകിടക്കുമെന്ന തോന്നൽ. ഭയപ്പെടാതെ ആ ഓഫർ സ്വീകരിക്കുക. ദൈവം തന്നെയാണ് ആ വഴി നിങ്ങളെ വിളിക്കുന്നത്. ആത്മീയമായ കോണിൽ നോക്കുമ്പോൾ ഈ ഘട്ടം ഗുരുതരമായ ഉണർവാണ്. ധ്യാനത്തിൽ തിരിഞ്ഞാൽ ദർശനം സംഭവിക്കും. ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യ ക്ലിക്ക് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. ലോകം പെട്ടെന്നു വ്യക്തമായവതരിക്കുമെന്ന തോന്നൽ. സമയത്തോട് കോപം ഇല്ലാതാവും. മനസ്സിൽ അനന്തമായ കൃതജ്ഞത നിറയും. ആ കൃതജ്ഞതയാ ദൈവത്തിന്റെ വിലയേറിയ ഭാഷ. അതിലൂടെ തന്നെയാണ് ഈ ഊർജ്ജം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. പല മകരരാശിക്കാർക്കും സ്വപ്നങ്ങളിലൂടെ ചില സൂചനകൾ കിട്ടും. ദൈവം നേരിട്ട് വഴികൾ കാണിക്കും. ചിലർക്ക് രാത്രിയിൽ ശാന്തതയിൽ കേൾക്കുന്ന ശബ്ദം പോലെ ഒരു പ്രേരണ വരാം. അത് അവഗണിക്കരുത്. ആ പ്രേരണ നിങ്ങളുടെ വിധിയിലേക്ക് നേരിട്ടുള്ള വിളിയാണ്. ഒരു മായാവിസ്മയമായ മാറ്റം ഇനി അടുത്ത 10 ദിവസത്തിനുള്ളിൽ നടക്കും. ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കും, എല്ലാം സംഭവിച്ചതിനു പിന്നിൽ ദൈവം തന്നെയുണ്ടായിരുന്നു. ആരോടും വെറുപ്പ് തോന്നിയിരുന്നിടത്ത് ആ വെറുപ്പ് പിൻവലിക്കും. കൊടുത്തതിലും വലിയതു ലഭിച്ചെന്ന തിരിച്ചറിവ് വരും. അതാണ് ആത്മീയ പരിപൂർണത. ഇതുവരെ മകനെ, മകളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ദൈവം കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഇനി ആ കൈ നിങ്ങളുടെ കൈക്ക് മുകളിലായി വന്നു ചേർത്തിരിക്കുന്നു. ഇനി നിങ്ങളാണ് എഴുത്തുകാരൻ. അതാണ് ഈ ഘട്ടത്തിന്റെ യഥാർത്ഥ അർത്ഥം. ശനിയും ഗുരുവും ചേർന്ന് നിങ്ങളിൽ തന്നെ ദൈവവീക്ഷണം പ്രബോധിപ്പിച്ചു. ഇനി ദൈവം നിങ്ങളിലൂടെ ലോകത്തിന് ഫലം കൊടുക്കും. ഈ അനുഗ്രഹഘട്ടം തുടരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം: വിനയം നഷ്ടപ്പെടുത്തരുത്. ലഭിച്ച വിജയം നിങ്ങളെ അഹങ്കാരത്തിലേക്ക് വലിച്ചെടുക്കാതെയിരിക്കുക. കാരണം ദൈവം ഹംബൽ ഹൃദയങ്ങളിലായിരിക്കും നിലനിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച മനസ്സും നന്ദിയോടെ പറഞ്ഞ വാക്കുകളും ഓർമ്മയിൽ പിടിച്ചേക്കുക. അത്രമാത്രം മതിയാകും. മകരം, നിങ്ങളുടെ കഠിനാധ്വാനം ഇനി അത്ഭുതങ്ങളുടെ തുടക്കമാണ്. നിങ്ങൾ ഉയരുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കും. ആകാശം തുറന്നു നോക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ജീവിതമുളവ് എഴുതിയിരിക്കുന്നു. നിന്ന് പരിശ്രമിച്ചു, അത് ഒരിക്കലും വെറുതെയായില്ല. ഇപ്പോൾ ശ്വാസം എടുക്കൂ. ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മനസ്സിൽ ധൈര്യം നിറയ്ക്കൂ. അഗാധമായ രാത്രി കഴിഞ്ഞു. പുലരിയുടെ കിരണങ്ങൾ നിങ്ങളുടെ തൊലിയെ തൊടുന്നു. നിങ്ങളുടെ പാത ഇപ്പോൾ ദൈവാനുഗ്രഹത്തോടെ തെളിഞ്ഞിരിക്കുന്നു. മുന്നിൽ ഉച്ചതിരിഞ്ഞ വെളിച്ചം തിളങ്ങുന്നു.